Hi dear students, once again welcome back to an interesting session of NEETFlix. NEETFlixിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോളജിയിലെ ബോട്ടണിയിലെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ രണ്ട് ചാപ്റ്ററിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഈ ചാപ്റ്ററുകൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മളൊരു വെയിറ്റേജ് അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3-4 വർഷങ്ങളിലായിട്ട് അല്ലെങ്കിൽ 4-5 വർഷത്തെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബയോളജി ക്ലാസിഫിക്കേഷൻ നിന്ന് കഴിഞ്ഞ 2 വർഷവും 2 ചോദ്യം വെച്ച് ചോദിച്ചിട്ടുണ്ട്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കഴിഞ്ഞ വർഷം 5 ചോദ്യവും, അതിൻ്റെ മുൻപിലത്തെ വർഷം 3 ചോദ്യം, അതിൻ്റെ മുൻപിലത്തെ വർഷം 4 ചോദ്യം, അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ 4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 4x4 60 മാർക്സ് അല്ലെങ്കിൽ 20 മാർക്കിനടുത്തൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ബയോളജി ക്ലാസിഫിക്കേഷനും ഒരു 2 മുതൽ 3 ചോദ്യം വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഈ 2 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പാരസൈറ്റ് പ്രോട്ടോസോവൻ ദാറ്റ് ഹാസ് ഫ്ലജെല്ല ഈസ്. ഓക്കെ, ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അതിൻ്റെ ഓപ്ഷൻ നോക്കുക. ഒന്ന് ഗോണിയോലെക്സ്, ഓക്കെ. രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്താണ്, മലേറിയ കോസിങ് ഓർഗാനിസം. മൂന്നാമത്തേത് അമീബ, അല്ലേ? നാലാമത്തേത് സ്ലീപ്പിംഗ് സിക്നസ് കോസിങ് ഓർഗാനിസം. ഓക്കെ, ഇതിനകത്ത് ഏതാണ് ആൻസർ വരിക? നമുക്കറിയാം സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന ട്രിപ്പനോസോമയാണ് നമുക്കിതിന് ആൻസർ ആയിട്ട് വരിക, അല്ലേ? പ്രോട്ടോസോവൻ വിച്ച് ഹാസ് എ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ. നമുക്കറിയാം പ്രോട്ടോസോവൻസിനെ നമുക്ക് പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻ, എന്താണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ, അല്ലേ? സ്പോറോസോവൻസ്. അപ്പോൾ അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് നമുക്കുണ്ട്. അതിൽ പാരസൈറ്റ് പ്രോട്ടോസോവൻ ദാറ്റ് ഹാസ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ ട്രിപ്പനോസോമയാണ്, ദാറ്റ് കോസസ് ദ സ്ലീപ്പിംഗ് സിക്നസ്. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 4th ഓപ്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. അടുത്തത് നോക്കിയാൽ മക്കളെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോക്കിയാൽ മക്കളെ, സെൻറ്റൻസ് ഇതാണ്. എന്തൊക്കെയാണ്? ഒന്നാമത് യു ബാക്ടീരിയ ആർ ട്രൂ ബാക്ടീരിയ, അല്ലേ? നമുക്കറിയാം ബാക്ടീരിയാസിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയയും അതുപോലെ തന്നെ യു ബാക്ടീരിയയും. യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയ ആണ്. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്, അല്ലേ? നമ്മൾ തെർമോസിലോഫിലിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഹാലോഫിലിക് ബാക്ടീരിയ അങ്ങനത്തെ ബാക്ടീരിയാസ് ഒക്കെയാണ്. അടുത്തത് സൈനോ ബാക്ടീരിയ ആർ യു ബാക്ടീരിയ. സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് യു ബാക്ടീരിയ തന്നെയാണ്, അല്ലേ? കാരണം സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗ എന്നൊക്കെ പറയുന്നത് യു ബാക്ടീരിയയുടെ കൂട്ടത്തിൽ വരുന്നതാണ്. ഓക്കെ, ട്രൂ ബാക്ടീരിയയുടെ കേസിൽ വരുന്നതാണ്. അടുത്ത് നോക്കിക്കേ, ദ കോളനീസ് ഓഫ് ബ്ലൂ ഗ്രീൻ ആൽഗ ആർ സറൗണ്ടഡ് ബൈ എ ജെലാറ്റിനസ് ഷീത്ത്, അല്ലേ? അതും ശരിയാണ്. നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ കോളനീസിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നമുക്ക് എന്തിനെ കാണാം? ജെലാറ്റിനസ് ഷീത്തിനെ കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ഓപ്ഷൻസ് നോക്കുക. ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആർ മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ നേച്ചർ. നേച്ചറിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ളത് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണെന്നാണ് പറയുന്നത്. ഓട്ടോട്രോഫിക് ബാക്ടീരിയ അല്ല, പിന്നെന്താണ്? ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആണ്, അല്ലേ? ഹെട്രോട്രോഫിക് ബാക്ടീരിയാസ് ആണ് നമുക്ക് നേച്ചറിൽ കൂടുതൽ അബണ്ടൻ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുക. അപ്പോൾ 4th ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? അപ്പം ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഡിബിൾ മെമ്പേഴ്സ് ഓഫ് അസ്കോമൈസെക്സ് ആർ. അസ്കോമൈസെക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എഡിബിൾ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗാരിക്കസ് ആൻഡ് ഈസ്റ്റ്, അല്ലേ? ഈസ്റ്റിൻ്റെ പ്രത്യേകം എന്താ? നമുക്കറിയാം യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ ഫംഗസ്, അല്ലേ? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ബെസിഡിയോമൈസെക്സ് ആണ് ഫാമിലി എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ അഗാരിക്കസും എഡിബിൾ ആണ്, പക്ഷേ ഫാമിലി എന്തല്ല? അസ്കോമൈസെക്സ് അല്ല, അല്ലേ? അടുത്ത മോറൽസ് ആൻഡ് ട്രഫിൾസ്, അല്ലേ? ശരിയല്ലേ? മോറൽസും ട്രഫിൾസും എഡിബിൾസ് ആണ്. ദ ബിലോങ്സ് ടു ദ ഫാമിലി അസ്കോമൈസെക്സ്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയ മക്കളെ? ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ദ നോൺ മോട്ടൈൽ സെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ. നമുക്ക് സ്പോറുകളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. മോട്ടൈൽ സ്പോർസ് ഉണ്ട്, നോൺ മോട്ടൈൽ സ്പോർസ് ഉണ്ട്, അല്ലേ? അതുപോലെ സെക്ഷൽ സ്പോർസ് ഉണ്ട്, അസെക്ഷൽ സ്പോർസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പം അസെക്ഷൽ സ്പോർട്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൊണീഡിയ ഒരു അസെക്ഷൽ സ്പോർട്സ് ആണ്. കൊണീഡിയ, ഓക്കെ. അസെക്ഷൽ സ്പോറിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കൊണീഡിയ എന്ന് പറയുന്നത് അസെക്ഷൽ സ്പോറാണ്. സെക്ഷൽ സ്പോർട്സ് ഏതൊക്കെയാണ്? സെക്ഷൽ സ്പോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 സെല്ലുകൾ ഫ്യൂസ് ചെയ്ത് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്പോറുകളെയാണ്, അതിനുശേഷം ആ ഉണ്ടായ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടത്തി ഉണ്ടാകുന്ന സ്പോറുകളെയാണ് നമ്മൾ മിയോ സ്പോർട്സ് എന്ന് വിളിക്കുക, അല്ലേ? അപ്പോൾ അതിനകത്ത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെസിഡിയോ സ്പോർട്സ് ഒരു എക്സാമ്പിളാണ്, അല്ലേ? ബെസിഡിയോ സ്പോർട്സ്. അതുപോലെ തന്നെ നമ്മുടെ അസ്കോ സ്പോർട്സ് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സൂ സ്പോർട്സ്, ഓക്കെ, സൂ സ്പോർട്സ് അതൊക്കെ എക്സാമ്പിൾസ് ആണ്, അല്ലേ? അതുപോലെ തന്നെ അപ്ലാനോ സ്പോർട്സ്,
അപ്ലാനോസ്പോർസ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ മോട്ടൈൽ ആയിട്ടുള്ള സെക്ഷൽ സ്പോറിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ മോട്ടൈൽ ആയിട്ടുള്ള സെക്ഷൽ സ്പോർ നമുക്കറിയാം. സൂസ്പോർസ് എന്ന് പറയുന്നത് നോൺ മോട്ടൈൽ അല്ല, അതെന്താണ്, അത് മോട്ടൈലാണ്. ബെസിഡിയോസ്പോർസ് എന്ന് പറയുന്നതും അത് സെക്ഷൽ സ്പോർസ് ആണ്, പക്ഷേ അത് ഫോം ചെയ്യുന്നത് എവിടെയാണ്, ബെസിഡിയത്തിന് പുറത്താണ്. അപ്പം എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് സ്പോർസ് ആണ് എന്ന് പറയുന്നത് ബെസിഡിയോസ്പോർസ് എന്ന് പറയും. എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ് ആണ്, എക്സോജീനിയസ്ലി അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇൻസൈഡ് സാക്കാണ്. ഇൻസൈഡ് സാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്, എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് അല്ലേ. ഇപ്പോൾ എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ സ്പോർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ മോട്ടൈലും ആയിരിക്കണം അല്ലേ. കൊണീഡിയ എന്ന് പറഞ്ഞാൽ എന്താ, കൊണീഡിയ എന്ന് പറഞ്ഞാൽ അസെക്ഷൽ സ്പോർ ആണ്. കൊണീഡിയ അസെക്ഷൽ സ്പോർ ആണ്. അത് മാത്രമല്ല പിന്നെന്താണ്, അത് എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്, എക്സോജീനസ് ഇൻ നേച്ചർ ആണ്, എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇനി നോക്കാം. അപ്പോൾ ഇതിനകത്ത് സൂസ്പോർസ് എന്ന് പറഞ്ഞാൽ, സൂസ്പോർസ് എന്ന് പറഞ്ഞാൽ മോട്ടൈലാണ് അല്ലേ, മോട്ടൈലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി എടുക്കാൻ പറ്റുന്ന ഏതാണ്, അസ്കോസ്പോർസ് ആണ് അല്ലേ. അസ്കോസ്പോർസ് എന്ന് പറയുന്നത് അസ്കസിനകത്ത്, നമ്മുടെ ആ ചേമ്പറിനകത്ത് ഫോം ചെയ്യുന്ന എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ് അല്ലേ, സെക്ഷൽ സ്പോർസ് ആണ്. അപ്പോൾ എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ സ്പോർ, നോൺ മോട്ടൈൽ ആയിട്ടുള്ള സെക്ഷൽ സ്പോറിന് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് അസ്കോസ്പോർസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ, മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഡസ് നോട്ട് ബിലോങ് ടു ദ മസ്റ്റാർഡ് ഫ്ലവേഴ്സ്. മസ്റ്റാർഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചർ അല്ലാത്ത ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം മസ്റ്റാർഡ് എന്ന് പറയുന്നത് ബ്രാസിക്കേസിയ ഫാമിലിയാണ് അല്ലേ, ബ്രാസിക്കേസിയ ഫാമിലി. ബ്രാസിക്കേസിയ ഫാമിലിയുടെ പ്രത്യേകതകൾ നമുക്കറിയാവുന്നതാണ്. അതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ടെട്രാമീറസ് ഫ്ലവറാണ് അല്ലേ, ടെട്രാമീറസ് ഫ്ലവറാണ്. ടെട്രാമീറസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ടെട്രാമീറസ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 4 ഇതളുകളാണുള്ളത് അല്ലേ, ഒരു 4 ഇതളുകൾ, 4ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നതിനെയാണ് നമ്മൾ ടെട്രാമീറസ് എന്ന് വിളിക്കുക അല്ലേ. അപ്പം നോക്കിക്കേ, ഇത് എബ്രാക്റ്റിയേറ്റ് ഫ്ലവേഴ്സ് ആണ്. എബ്രാക്റ്റിയേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രാക്റ്റ് ഇല്ലാത്ത ഫ്ലവേഴ്സ് ആണ്, എബ്രാക്റ്റിയേറ്റ് എന്ന് നമുക്ക് വിളിക്കാം അല്ലേ. ആക്ടിനോമോർഫിക് ഫ്ലവർ ആണ്, ആക്ടിനോമോർഫിക് ഫ്ലവർ ആണ് അല്ലേ. അതുപോലെ തന്നെ 2+ ബൈസെക്ഷൽ ഫ്ലവർ ആണ്, ബൈസെക്ഷൽ ഫ്ലവർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കാലിക്സിൻ്റെ ഒരു 2+2 അറേഞ്ച്മെൻ്റ് ഉണ്ട് അല്ലേ. കാലിക്സ് ഒരു 2+2 അറേഞ്ച്മെൻ്റ് ആണ്. അതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂസിഫോം ഷേപ്പിലാണ് ഇതിൻ്റെ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് വരിക. അതിങ്ങനെ ഒരു ക്രൂസിഫോം ഷേപ്പിലാണ് പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് വരിക അല്ലേ. അതുകൊണ്ട് നമ്മൾ അതിനെ ബ്രാസിക്കേസിയ ഫാമിലി നമ്മൾ ക്രൂസിഫറെ എന്നൊക്കെ നമ്മൾ നേരത്തെ വിളിച്ചിരുന്നത് ഒരു ക്രോസ് ഷേപ്പിലാണ് അതിൻ്റെ ക്രൂസിഫോം കൊറോള എന്നൊക്കെ നമ്മൾ വിളിക്കും. ക്രോസ് ഷേപ്പിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരിക അല്ലേ. അതുപോലെ കാലിക്സ് 4 ആണ്. അതുപോലെ തന്നെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് 2+4 അറേഞ്ച്മെൻ്റ് ആണ്. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് 2+4 അറേഞ്ച്മെൻ്റ് ആണ്. എന്താണ് മക്കളെ 2+4 അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 2 എണ്ണം അകത്തേക്ക് 2 എണ്ണം പുറത്തേക്ക്. അപ്പം നമുക്ക് പറയാം ഡൈഡിനാമസ് കണ്ടീഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ഡൈഡിനാമസ് എന്നല്ല നമ്മൾ പറയുന്നത്, പിന്നെന്താണ് ടെട്രാഡിനാമസ് കണ്ടീഷൻ അല്ലേ. ടെട്രാഡിനാമസ് കണ്ടീഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ടെട്രാഡിനാമസ്. ഡൈഡിനാമസ് എവിടെയാണ് വരുന്നത്, ഡൈഡിനാമസ് എന്ന് പറയുന്നത് നമ്മുടെ ഓസിമത്തിലും ഒക്കെ വരുന്നതാണ് ഡൈഡിനാമസ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ടെട്രാഡിനാമസ് കണ്ടീഷനാണ്. 4 ആൻഡ്രീഷ്യം അകത്തേക്കും 2 എണ്ണം പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ടെട്രാഡിനാമസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ബ്രാസിക്കേസിയ ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഓവറി എന്ന് പറയുന്നത് എന്താണ്, ഓവറി എന്ന് പറയുന്നത് സുപ്പീരിയർ ഓവറിയാണ്. ഓക്കെ, സുപ്പീരിയർ ഓവറി നമുക്ക് പഠിക്കാനുള്ള മിക്ക ഫാമിലിയിലും സുപ്പീരിയർ ഓവറിയാണ് വരുന്നത്. ഓക്കെ, സുപ്പീരിയർ ഓവറി. ഓക്കെ, അപ്പോൾ നോക്കിയാൽ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ബ്രാസിക്കേസിയ ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മസ്റ്റാർഡ് ഒക്കെ വരുന്ന, മസ്റ്റാർഡ്, കോളിഫ്ലവർ പോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ വരുന്ന ഒരു ഫാമിലിയാണ് ബ്രാസിക്കേസിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ നോട്ട് ബിലോങ്സ് ടു മസ്റ്റാർഡ് ഫാമിലി എന്നാണ്. ടെട്രാമീറസ് ഫ്ലവർ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ടെട്രാമീറസ് ഫ്ലവർ ആണ്. സുപ്പീരിയർ ഓവറിയാണ് അല്ലെ, ഓവറി സുപ്പീരിയർ ആണ്. ആക്നോമോർഫിക് ഫ്ലവറുമാണ് അല്ലേ. പോളി അഡൽഫസ് സ്റ്റേമൻ വരുന്ന എവിടെയാണ് മക്കളെ, പോളി അഡൽഫസ് സ്റ്റേമൻസ്. എന്താണ് പോളി അഡൽഫസ് സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റേമൻസിൻ്റെ ഫ്യൂഷനാണ് അല്ലേ. സ്റ്റേമൻസിൻ്റെ ആന്തറും ഫിലമെൻസും അല്ലേ, ഈ ആന്തറും ഫിലമെൻസും ഒക്കെ നമുക്ക് ഫ്യൂസ് ചെയ്യാം. ഇതിൽ ഫിലമെൻസ് ഫ്യൂസ് ആകുകയും ആന്തർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് നമ്മൾ വിളിക്കുക അഡൽഫസ് കണ്ടീഷൻ എന്ന് വിളിക്കുക അല്ലേ. അതിൽ ഒറ്റ ബണ്ടിലാവുകയാണ് നമ്മൾ എന്ത് വിളിക്കും, മോണോ അഡൽഫസ് എന്ന് വിളിക്കും. ഉദാഹരണം നമ്മുടെ ചൈന റോസ്, മോണോ അഡൽഫസ് എന്ന എക്സാമ്പിളാണ് ചൈന റോസ്. 2 ബണ്ടിലായിട്ടാണ് മാറുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡൈ അഡൽഫസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നു. പി ഒരു എക്സാമ്പിളാണ് അല്ലേ. അതുപോലെ തന്നെ 3 അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ബണ്ടിൽസ് ആയിട്ടാണ് മാറുന്നത്, നമ്മൾ എന്ത് വിളിക്കുന്നു, പോളി അഡൽഫസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നു അല്ലേ. പോളി അഡൽഫസ് കണ്ടീഷൻ എക്സാമ്പിളാണ് സിട്രസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ മക്കളെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോളി അഡൽഫസ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്ന ബ്രാസിക്കേസിയ ഫാമിലിയുടെ ഫാമിലിയാണോ, ഫീച്ചറാണോ? അല്ല. പിന്നെ എന്തിൻ്റെ ഫീച്ചറാണ് അത്? സിട്രസിൻ്റെ ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ പോളി അഡൽഫസ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അടുത്ത് നോക്കിയേ, സീഡ് കോട്ട് ഈസ് മെംബ്രേനിയസ് ആൻഡ് ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്രൂട്ട് വാൾ ഇൻ. നമുക്കറിയാം, നമ്മൾ ഫ്രൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ,
ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് മക്കളെ? ഒന്ന് ഫ്രൂട്ട് വോളാണ് അല്ലേ? ഫ്രൂട്ട് വോൾ നമ്മൾ വിളിക്കുന്നത് പെരികാർപ്പ് എന്ന് വിളിക്കുന്നു. പെരികാർപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് വോൾ. പിന്നെ എന്താണ് അതിനകത്തുള്ളത്? പിന്നെ സീഡാണുള്ളത്. ഓക്കെ, അപ്പോൾ സീഡും പെരികാർപ്പും ചേരുന്നതാണ് എന്ത് പറയുന്നത്? ഫ്രൂട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്രൂട്ട് വോളും സീഡും ചേരുന്നതാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. പെരികാർപ്പ് നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ അത് ഡിഫറൻഷ്യേറ്റഡ് ആവാം അല്ലെങ്കിൽ അൺഡിഫറൻഷ്യേറ്റഡ് ആവാം. ഡിഫറൻഷ്യേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൂപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിൽ കാണുന്ന പോലെ അതിനെ മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് എപ്പികാർപ്പ് അല്ലേ? എപ്പികാർപ്പ്. ദെൻ രണ്ടാമത്തേത് മീസോകാർപ്പ്. ദെൻ മൂന്നാമത്തേത് എൻഡോകാർപ്പ് അല്ലേ? സ്റ്റോണി ആയിട്ടുള്ള എൻഡോകാർപ്പാണ് ഏറ്റവും ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പായിട്ട് നമുക്ക് പെരികാർപ്പിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ചില ഫ്രൂട്ട്സിൽ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, ചിലതിൽ അത് സിംഗിൾ ലേയേഴ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനിയും സീഡിനകത്തേക്ക് നമുക്ക് പറയാനാണെങ്കിൽ സീഡിനകത്ത് എന്തുണ്ട്? സീഡ് കോട്ട് ഉണ്ട്, അതുപോലെ തന്നെ എംബ്രിയോയും ഉണ്ട്. സീഡ് കോട്ട് ആൻഡ് എംബ്രിയോ അല്ലേ? ഇപ്പോൾ സീഡ് കോട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പറയാം ഔട്ടർ കോട്ടും ഉണ്ട്, ഇന്നർ സീഡ് കോട്ടും ഉണ്ട് അല്ലേ? ഔട്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഔട്ടർ ടെസ്റ്റ അല്ലേ? ഔട്ടർ ടെസ്റ്റയാണ്. ഇന്നർ എന്താണ്? ഇന്നർ ടെക്മെൻ ആണ് ഇന്നർ എന്ന് പറയുന്നത് അല്ലേ? ഇന്നർ ടെക്മെൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സീഡിൻ്റെ ഫീച്ചേഴ്സ് അറിയാം അല്ലേ? അതുപോലെ തന്നെ എംബ്രിയോയ്ക്ക് നമുക്ക് എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്, അതുപോലെ കോട്ട്ലെഡൻസ് ഉണ്ട് അല്ലേ? എംബ്രിയോണൽ ആക്സിസിനകത്ത് നമുക്ക് മുകൾ ഭാഗത്ത് പ്ലിമ്യൂളുണ്ട്, താഴെ ഭാഗത്ത് റാഡിക്കലുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പ്ലിമ്യൂളാണ് ഷൂട്ടായിട്ട് മാറുന്നത്, റാഡിക്കലാണ് റൂട്ടായിട്ട് മാറുന്നത്. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ദ സീഡ് കോട്ട് ഈസ് മെംബ്രേനിയസ് ആൻഡ് ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്രൂട്ട് വോളിൻ. അപ്പോൾ നമ്മളൊരു ഫ്രൂട്ട് എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ സീഡ് കോട്ടും ഉണ്ടാകാം, അതുപോലെ തന്നെ ഫ്രൂട്ട് വോളും ഉണ്ടാകും. ഒരു ഫ്രൂട്ട് എടുക്കുമ്പോൾ സീഡ് ഉണ്ട്, ആ സീഡിൻ്റെ പുറത്തേക്ക് അതിൻ്റെ കവറിങ് കാണും അല്ലേ? അപ്പോൾ ഈ സീഡ് കോട്ട് മെംബ്രേനിയസ് ആവുകയും അത് ഫ്രൂട്ട് വോളുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുക. അതായത് ഇവർ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലാണ്ടോ? അങ്ങനെ ഇരിക്കുന്നത് എവിടെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് NCERT-ക്കകത്ത് അതിനകത്ത് എക്സാമ്പിൾ പറയുന്നുണ്ട്. എവിടെയാണ് വരിക? നമ്മൾ മെയ്സിലാണ് ഈ എക്സാമ്പിൾ വരിക. നിങ്ങൾ ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ കാണാം. അതുപോലെ NCERT-ക്കകത്ത് ഫിഗർ ഉണ്ട്. പെരികാർപ്പ് അതായത് ഫ്രൂട്ട് വോൾ അല്ലേ? ഫ്രൂട്ട് വോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് പെരികാർപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. പെരികാർപ്പ് മെംബ്രേനിയസ് ആയിട്ട് അല്ലെങ്കിൽ പെരികാർപ്പ് മെംബ്രേനിയസ് ആയിട്ടുള്ള സീഡ് കോട്ടുമായിട്ട് ചേർന്നിരിക്കുക, ഒട്ടിയിരിക്കുക, ഡിഫറൻഷ്യേറ്റഡ് ആവാതിരിക്കുക. ഓക്കെ, അങ്ങനെ കാണുന്നത് എവിടെയാണ് മക്കളെ? മെയ്സിലാണ് അതിൻ്റെ ആ ടൈപ്പിലുള്ള സ്ട്രക്ചർ. സിയ മെയ്സ് എന്ന് പറയുന്ന മെയ്സിലാണ് നമുക്ക് ആ തരത്തിൽ രണ്ടുകൂടെ ഫ്യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിനകത്ത് ഇൻകറക്റ്റ് മാച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് വേൾഡ് ഫിലോടാക്സി. ഓക്കെ, നമുക്കറിയാം ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താ? ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് അറൗണ്ട് ദ നോഡാണ് അല്ലേ? അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് അറൗണ്ട് നോഡ്. ആ നോഡിന് ചുറ്റും ലീവ്സ് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ വിളിക്കുക ഫിലോടാക്സി എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ ആ ഫിലോടാക്സി പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് ആൾട്ടർനേറ്റ് ഫിലോടാക്സി ഉണ്ട്, ഓക്കെ. അതുപോലെ രണ്ടാമത്തേതായിട്ട് ഓപ്പോസിറ്റ് ഫിലോടാക്സി ഉണ്ട്, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഓൾട്ടർനേറ്റ് ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാം. എന്താണ് മക്കളെ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ ഒരു ലീഫാണ് അല്ലേ? ഒരു നോഡിൽ ഒറ്റ ലീഫ് ഇരിക്കുന്നത് നമ്മൾ വിളിക്കുന്നു ഓൾട്ടർനേറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, 1 ലീഫ് ഇൻ 1 നോഡ്. ഓക്കെ, 1 ലീഫ് ഇൻ 1 നോഡ്, ഒരു നോഡിൽ ഒരു ലീഫാണ്. ഇനി അടുത്തത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ലീഫ്, ഒരു നോഡിൽ തന്നെ 2 ലീവ്സ് ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഓപ്പോസിറ്റ് എന്ന് വിളിക്കുക. മൂന്നാമത്തേത് വേൾഡ് ഫിലോടാക്സി അല്ലേ? വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോഡിൽ മോർ ദാൻ 2 ലീവ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേൾഡ് ഫിലോടാക്സി എന്ന് വിളിക്കുക അല്ലേ? പിന്നെ അത് നോക്കില്ലേ, ഓൾട്ടർനേറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് മക്കളെ? നമുക്കറിയാം ഓൾട്ടർനേറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ചൈന റോസ് അല്ലേ? ഓൾട്ടർനേറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ചൈന റോസ് അല്ലേ? ഓൾട്ടർനേറ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ് എക്സാമ്പിൾ? ചൈന റോസ്, പിന്നെ പറ, അറിയാലോ ചൈന റോസ്, ഉറക്കെ പറ. ചൈന റോസ്, ദെൻ മസ്റ്റാർഡ് അല്ലേ? ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ഓൾട്ടർനേറ്റ് ഫിലോടാക്സിക്ക് എക്സാമ്പിളാണ്. ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക ഓപ്പോസിറ്റ് അല്ലേ? ഓപ്പോസിറ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഗുവയുണ്ട്. ഓക്കെ, ഗുവയുണ്ട്, അതുപോലെ തന്നെ കലോട്രോപ്പീസും ഉണ്ട്. കലോട്രോപ്പീസും ഉണ്ട് അല്ലേ? ഗുവ നമുക്കറിയാം ഓപ്പോസിറ്റ് തന്നെ 2 തരത്തിലുണ്ട്. ഓപ്പോസിറ്റ് സൂപ്പർ ഇമ്പോസ്റ്റും ഉണ്ട്, ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റും ഉണ്ട് അല്ലേ? എന്താണ് മക്കളെ ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റും ഉണ്ട്, ഓപ്പോസിറ്റ് സൂപ്പർ ഇമ്പോസ്റ്റ് ഉണ്ട്. ഓർത്തിരിക്കുക, ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ് ആൻഡ് ഓപ്പോസിറ്റ് സൂപ്പർ ഇമ്പോസ്ഡ് അല്ലേ?
എന്താണ് മക്കളെ സൂപ്പർ ഇമ്പോസ്ഡും ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ് എന്ന് പറയുന്നത് എന്താ? ഇതിപ്പോൾ ഒരു നോഡിലിരിക്കുന്ന 2 ലീഫാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു നോഡിലിരിക്കുന്ന 2 ലീഫാണ്. എന്നാൽ ഓപ്പോസിറ്റ് ലീഫ് എന്ന് പറയാം. ഈ ലീഫിന് പാരലായിട്ട് തന്നെ തൊട്ട് മുകളിലിരിക്കുന്ന ഇതേപോലെ തന്നെയാണ് 2 ലീഫ്സ് വരുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പേര് വിളിക്കാം? സൂപ്പർ ഇമ്പോസ്ഡ് എന്ന് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ലീഫാണ്, ഒരു നോഡിലിരിക്കുന്ന 2 ലീഫാണ്. ഓക്കെ, അതിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലത്തെ നോഡിൽ ഇതേപോലെ തന്നെ ഇതിന് പാരലായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന രീതിയിൽ നമുക്കറിയാം സൂപ്പർ ഇമ്പോസ്ഡ് ഇമേജ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്ന് പറയുന്ന പോലെ ഇതിന് നേരെ മുകളിലായിട്ട് ഇങ്ങനെയാണ് ആ 2 ലീഫ്സ് ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പേര് വിളിക്കാം? സൂപ്പർ ഇമ്പോസ്ഡ്, ഓപ്പോസിറ്റ് സൂപ്പർ ഇമ്പോസ്ഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൂപ്പർ ഇമ്പോസ്ഡ് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ഗുവ എന്ന് പറയുന്നത് അല്ലേ? അതേസമയം ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ് ഉണ്ട്. എന്താണ് ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു, നേരെ മുകളിൽ ഇരിക്കുന്നതോട് 90 ഡിഗ്രിയിൽ ടിൽറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, എങ്ങനെ ഇരിക്കുന്നതിന് നമ്മളൊന്ന് വിളിക്കുക? ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ആരെന്ന് പറയുന്നത്? കലോട്രോപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ NCERT കൃത്യമായിട്ട് ഈ 2 കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടാവണം അവർ കൃത്യമായിട്ട് 2 ഡിഫറൻറ്റ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കലോട്രോപ്പീസും ഗുവയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റിന് എക്സാമ്പിൾ ഏതാണ്? കലോട്രോപ്പീസ്. ഓപ്പോസിറ്റ് സൂപ്പർ ഇമ്പോസിന് എക്സാമ്പിൾ ഏതാണ്? ഗുവ. അപ്പോൾ NCERTയുടെ മുകളിൽ ഒരു പടി കൂടി കടന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ മൂന്നാമത്തേതാണ് വേൾഡ് ഫിലോടാക്സി അല്ലേ? വേൾഡ് ഫിലോടാക്സിക്ക് എക്സാമ്പിൾ ഏതാണ്? വേൾഡ് ഫിലോടാക്സി എക്സാമ്പിൾ അൽസ്റ്റോണിയ ഉണ്ട് അല്ലേ? അൽസ്റ്റോണിയ, അതുപോലെ തന്നെ നീരിയം, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അൽസ്റ്റോണിയ, നീരിയം, ഇതൊക്കെ വേൾഡ് ഫിലോടാക്സിക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. അവിടെ നോക്കിക്കേ, അപ്പോൾ അവിടെ ആദ്യത്തെ ആൻസർ കറക്റ്റാണ്. വേൾഡ് ഫിലോടാക്സി, അൽസ്റ്റോണിയ, നീരിയം എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത പൾവൈനസ് ലീഫ് ബേസ് അല്ലേ? പൾവൈനസ് ലീഫ് ബേസ് എന്ന് പറയുന്നത് ലീഫിൻ്റെ ബേസ് അങ്ങനെ സ്വള്ളനായിട്ടിരിക്കുന്നതിനാണ് നമ്മൾ പൾവൈനസ് ലീഫ് ബേസ് എന്ന് വിളിക്കുക. അത് ആരുടെ ഫീച്ചറാണ്? പൾവൈനസ് ലീഫ് ബേസ് എന്ന് പറയുന്നത് ലെഗ്യുമിനസ് ഫാമിലിയുടെ പ്രത്യേകതയാണ്. ലെഗ്യുമിനോസെ അല്ലേ? ലെഗ്യുമിനോസെ ഫാമിലിയുടെ പ്രത്യേകതയാണ് എന്ന് പറയുന്നത് പൾവൈനസ് ലീഫ് ബേസ് അല്ലെങ്കിൽ സ്വള്ളൻ ലീഫ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റാണ്. അത് ആ ഫാമിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. നമുക്കറിയാം പൾവൈനസ് ലീഫ് ബേസും അതുപോലെ തന്നെ മറ്റൊരു ലീഫ് ബേസ് കൂടിയുണ്ട്, ഷീത്തി ലീഫ് ബേസ് അല്ലേ? എന്നാൽ മക്കളെ ഷീത്തി ലീഫ് ബേസ് എന്ന് പറഞ്ഞാൽ ഷീത്തി ലീഫ് ബേസ് ആരുടെ പ്രത്യേകതയാണ്? ഷീത്തി ലീഫ് ബേസ്. ഷീത്തി ലീഫ് ബേസ് അറിയാം, നിങ്ങൾക്കറിയാവുന്നതാണ്. പറയാം, നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയും. ഓക്കെ, എന്നാലും ഞാൻ പറയാം, നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം. എന്താണ് ഷീത്തി ലീഫ് ബേസ് എന്ന് പറയുന്നത്? മോണോകോട്ട്സിൻ്റെ ഫീച്ചറാണ് അല്ലേ? മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ ഒരു ഫീച്ചറാണ് എന്ന് പറയുന്നത് ഷീത്തി ലീഫ് ബേസ് എന്ന് പറയുന്നത്. ലീഫിൻ്റെ ബേസ് അങ്ങനെ ഒരു ഷീത്തായിട്ട് ഒരു കവർ പോലെ ഇരിക്കുക എന്നുള്ളത് അല്ലേ? അപ്പം നോക്കുക, അപ്പം വേൾഡ് ഫിലോടാക്സി എന്ന് പറയുന്നത് അതാ ഫസ്റ്റ് ഓപ്ഷൻ ശരിയായിരുന്നു. പൾവൈനസ് ലീഫ് ബേസ് എന്ന് പറയുന്ന സ്വോളൻ ലീഫ് ബേസിനെയാണ് നമ്മൾ പൾവൈനസ് എന്ന് വിളിക്കുന്നത്, അത് ശരിയാണ്. ഇനി പീറ്റിയോള് ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദ ലീഫ് എന്നാണ് പറയുന്നത് അല്ലേ? ശരിയാണോ? അല്ല. നമുക്കറിയാം ലീഫിൻ്റെ പ്രധാനപ്പെട്ട 3 പാർട്ടുകളുണ്ട്. ഏതൊക്കെയാണ് ലീഫിൻ്റെ പ്രധാനപ്പെട്ട 3 പാർട്ട് എന്ന് പറയുന്നത്? ഒന്ന് ലീഫ് ബേസ് ആണ്. ലീഫ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഫിൻ്റെ ബേസ് വന്ന് സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ് നമ്മൾ ലീഫ് ബേസ് എന്ന് വിളിക്കുക. പിന്നെ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? ആ കണക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? പീറ്റിയോൾ എന്ന് വിളിക്കും. പീറ്റിയോൾ അല്ലേ? അത് കഴിഞ്ഞിട്ട് ആ ഫ്ലാറ്റ് എക്സ്പാൻഡഡ് പോർഷൻ ഉണ്ട്, അതിനെ നമ്മളിത് വിളിക്കുന്നു ലാമിന എന്ന് വിളിക്കുന്നു. ആമിന അല്ല, ലാമിന. ഓക്കെ, അപ്പോൾ ലീഫ് ബേസ്, പീറ്റിയോള്, ലാമിന അല്ല, ഇത് 3 ലീഫിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫ്ലാറ്റ് ഗ്രീൻ എക്സ്പാൻഡഡ് ആയിട്ടുള്ള പാർട്ട് ഓഫ് ലീഫ് എന്ന് പറഞ്ഞാൽ ഏതാണ് മക്കളെ? ലാമിനയാണ് അല്ലേ? ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ലാമിന ആൻഡ് ലീഫ് ബേസ് ആണ് എന്ന് പറയുന്നത് പീറ്റിയോൾ എന്ന് പറയുന്നത് അല്ലേ? എക്സ്പാൻഡഡ് ആയിട്ടുള്ള പീറ്റിയോൾ വരാം. എക്സ്പാൻഡഡ് പീറ്റിയോൾ നമ്മൾ കാണുന്നുണ്ട്. ഓസ്ട്രേലിയൻ അക്കേഷ്യയിൽ നമുക്ക് എന്ത് കാണാം? എക്സ്പാൻഡഡ് പീറ്റിയോൾ കാണാം അല്ലേ? എക്സ്പാൻഡഡ് പീറ്റിയോൾ ക്യാൻ ബി സീൻ ഇൻ ഓസ്ട്രേലിയൻ അക്കേഷ്യ അല്ലേ? അപ്പം അതൊരു എക്സ്ട്രാ ഫീച്ചറാണ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ അതൊരു മോഡിഫിക്കേഷനാണ്. അപ്പോൾ നോക്കിയാൽ മക്കളെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ചോദ്യം ഇതായിരുന്നു, പീറ്റിയോൾ ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദ ലീഫ് ആണോ? അല്ല. പീറ്റിയോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ എക്സ്പാൻഡഡ് പാർട്ട്. ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? അതെന്ന് പറയുന്നത് നമ്മുടെ ലാമിനയാണ്. ഓക്കെ, ലാമിന. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത നോക്കിക്കേ, അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, സ്റ്റിപ്യൂൾസ്. സ്റ്റിപ്പിൾ ഇസ് എ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചർ അറ്റ് ദ ബേസ് ഓഫ്. ലീഫിൻ്റെ ബേസിൽ കാണുന്ന ചെറിയ റെഡ്യൂസ് ലീവ്സിനെയാണ് നമ്മൾ സ്റ്റിപ്യൂൾസ് എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ പിന്നെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? തേർഡ് ഓപ്ഷനാണ്. പീറ്റിയോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷൻ അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. വിച്ച് among the following is not true with respect to the modification of leaf? മോഡിഫിക്കേഷൻ ഓഫ് ലീഫുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലീവ്സ് ഇൻ ഗ്രേപ്പ് വൈൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ടെൻഡ്രിൽസ് ഫോർ ക്ലൈംബിംഗ്. ഓക്കെ, ടെൻഡ്രിൽസ് ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ്, ശരി തന്നെ. പക്ഷേ ഗ്രേപ്പ് വൈൻസിൽ ലീവ്സ് അല്ല എന്തായിട്ട് മാറുന്നത്? ടെൻഡ്രിൽസ് ആയിട്ട് മാറുന്നത്. പിന്നെ എന്താണ് മാറുന്നത്? സ്റ്റെമ്മാണ് ടെൻഡ്രിൽസ് ആയിട്ട് മാറുന്നത്. ലീഫ് എവിടെയാണ് മാറുന്നത് മക്കളെ? ലീഫ് മാറുന്നത് നമുക്കറിയാം നമ്മുടെ പൈസം സറ്റീവ് അല്ലെങ്കിൽ പയറിൽ, പീലൊക്കെയാണ് നമ്മുടെ ലീഫ് മോഡിഫൈ ചെയ്ത് സ്പൈൻസ് എന്താണ് ടെൻഡ്രിൽസ് ആയിട്ട് മാറും. ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈറൽ ഷേപ്പിലുള്ള സ്പ്രിങ് പോലെയൊക്കെ ഇരിക്കുന്ന നമ്മുടെ ക്ലൈംബിങ്ങിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് എന്ന് പറയുന്നത് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത് അല്ലേ? അത് നമുക്ക് മിക്കതും സ്റ്റെം ടെൻഡ്രിൽസ് ആണ് അല്ലെ? കൂടുതലും സ്റ്റെം ടെൻഡ്രിൽസ് ആണ്. ലീഫ് ടെൻഡ്രിൽസ്
ടെൻഡ്രിൽസ് ആയിട്ട് വരുന്നത് പീലാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ബിറ്റർ ഗോഡ്സ് ആവട്ടെ, അല്ലെങ്കിൽ എന്താണ് പറയുക ഗ്രേപ്പ് വൈൻ ആവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ മെലൺ ആവട്ടെ, ഇങ്ങനത്തെ സ്നേക്ക് ഗോഡ് ആവട്ടെ, ബിറ്റർ ഗോഡ് ആവട്ടെ, സ്മോൾ ഗോഡ് ആവട്ടെ, ആഷ് ഗോഡ് ആവട്ടെ, ഇവിടെ എല്ലാം സ്റ്റെം ആണ് മോഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറുന്നത്, ടെൻഡ്രിൽസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ് അല്ലേ. ഇപ്പോൾ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. പീറ്റിയോൾസ് ബിക്കെയിം ഗ്രീൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക് ഇൻ ഓസ്ട്രേലിയൻ അക്കേഷ്യ. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, മുമ്പത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളത് പറഞ്ഞായിരുന്നു. പീറ്റിയോൾ എക്സ്പാൻഡ് ചെയ്ത് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചറായിട്ട് മാറാറുണ്ട് എവിടെ, ഓസ്ട്രേലിയൻ അക്കേഷ്യയിൽ. കാരണം അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അത് ഷോർട്ട് ലിവിങ് ആണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഉള്ള ലീഫിനെ കൊണ്ട് മാക്സിമം ഫോട്ടോസിന്തസിസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പീറ്റിയോൾ എക്സ്പാൻഡ് ചെയ്ത് എന്തായിട്ട് മാറും, ലീഫ് ലൈക്ക് സ്ട്രക്ചർ, ലാമിന പോലത്തെ എക്സ്പാൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഫ്ലഷി ലീവ്സ് ഇൻ ദ ഗാർലിക് സ്റ്റോർസ് ഫുഡ്. അതും ശരിയാണ്, ഗാർലിക്കിൻ്റെ ഫ്ലഷി ലീവ്സ് ആണ് ഫുഡ് സ്റ്റോർ ചെയ്യുക. സ്പൈൻസ് ഓഫ് കാക്ടേ ആർ മോഡിഫൈഡ് ലീവ്സ് അല്ലേ, മോഡിഫൈഡ് ലീവ്സ് ആണ് കാക്ടസിലും അതുപോലെ ഒപ്പിൻഷ്യയിലും ഒക്കെ. ആ സ്പൈൻസ് എന്ന് പറയുന്നത് ലീഫ് മോഡിഫൈ ചെയ്താണ് അല്ലേ, ഡെസേർട്ട് പ്ലാന്റ്സ് ആണ്. വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടി ലീവ്സ് പരമാവധി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് എന്തായിട്ട് മാറും, മുള്ളായിട്ട് സ്പൈൻസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ പിന്നെ അവർക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗനായിട്ടുള്ള ലീഫ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം സ്റ്റെം മോഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറും, സ്റ്റെം മോഡിഫൈ ചെയ്ത് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പം അതും കറക്റ്റാണ് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ തെറ്റായിട്ട്. ലീവ്സ് ഇൻ ഗ്രേപ്പ് വൈൻസ് ആർ കൺവേർട്ടഡ് ടു ടെൻഡ്രിൽസ് ഫോർ ക്ലൈംബിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ മക്കളെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എ കോമൺ ഫീച്ചർ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം ഫഞ്ചേ ആൻഡ് കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ഫഞ്ചേയും തമ്മിലുള്ള ഒരു കോമൺ ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ് കിങ്ഡം പ്ലാന്റേയും ഫഞ്ചേയും തമ്മിലുള്ള ഒരു കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഓട്ടോട്രോഫിക് അല്ലേ. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞൊരു കോമൺ ഫീച്ചറാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ക്യാൻ പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽസ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് എന്താണ്, ഗ്രീൻ പ്ലാന്റ്സ് ഓട്ടോട്രോഫിക് ആണ് അല്ലേ. ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചില ബാക്ടീരിയാസ് ഉണ്ട്, ഇതൊക്കെ എന്താണ്, ഓട്ടോട്രോഫിക് ആണ്. ദേ ക്യാൻ പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽസ്. പക്ഷേ ഫംഗസ് ഒരിക്കലും എന്തല്ല, ഓട്ടോട്രോഫ്സ് അല്ല. അടുത്ത് നോക്കിയാൽ പ്രസൻസ് ഓഫ് സെൽ വോൾ ആണ് അല്ലേ. രണ്ടു പേർക്കും സെൽ വോൾ ഉണ്ട് അല്ലേ. സെൽ വോൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ പ്ലാന്റ്സിന് എന്ത് സെൽ വോളാണ്, പ്ലാന്റ്സിന് സെല്ലുലോസിക് സെൽ വോളാണ് അല്ലേ. സെല്ലുലോസും പെക്റ്റിനും ഒക്കെ അടങ്ങുന്നതാണ് പ്ലാന്റ്സിൻ്റെ സെൽ വോളിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. അതേസമയം ഫംഗസിലേക്ക് വരുമ്പോൾ അതിൻ്റെ കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കൈറ്റിനാണ് ഫംഗസിനകത്ത് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. അപ്പോൾ ആ കമ്പോസിഷൻ ഡിഫറൻ്റ് ആണ്. അതാണ് അടുത്ത ഓപ്ഷനിൽ പറയുന്നത്. കമ്പോസിഷൻ ഓഫ് സെൽ വോൾ അല്ലേ, അത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതൊരു കോമൺ ഫീച്ചർ ആണോ? അല്ല. അടുത്തത് ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻസ് ആണെന്നാണ് പറയുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ രണ്ട് പേർക്കും ഉണ്ട് അല്ലേ. കിങ്ഡം ഫഞ്ചയിലാണെങ്കിലും കിങ്ഡം പ്ലാന്റിലാണെങ്കിലും രണ്ടും യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ രണ്ടു പേർക്കും എന്ത് പ്രസൻ്റ് ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. അപ്പോൾ അതും നമുക്കൊരു ഓപ്ഷനായിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ വരുന്ന ഏതാണ് മക്കളെ, പ്രസൻസ് ഓഫ് സെൽ വോൾ. രണ്ടു പേർക്കും സെൽ വോൾ പ്രസൻ്റ് ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ചൈന റോസ്. ചൈന റോസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തേത് ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ ആണ്. ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ. ഓക്കെ, ട്വിസ്റ്റഡ് നമുക്ക് എന്താണ് നോക്കുക, ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോറൽ അറേഞ്ച്മെൻറ്റിനാണ്. അല്ലെങ്കിൽ നമ്മൾ കാലിക്സിൻ്റെയും കൊറോളയുടെയൊക്കെ അറേഞ്ച്മെൻറ്റ് പാറ്റേണിനെയാണ് നമ്മൾ ഈസ്റ്റുവേഷൻ എന്ന് വിളിക്കുക അല്ലേ. അതിൽ ഒന്നാമത്തെ ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാൽവേറ്റ് ഈസ്റ്റുവേഷൻ ആണ്. വാൽവേറ്റ് ഈസ്റ്റുവേഷൻ അല്ലേ. വാൽവേറ്റ് ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഫീച്ചറാണ്, കലോട്രോപ്പിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു പ്ലാന്റിൻ്റെ ഫീച്ചറായിട്ട് നമുക്ക് പറയാം. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. എക്സാമ്പിൾ കലോട്രോപ്പിസ്. ഓക്കെ, അവിടെ നമുക്കറിയാം അവിടെ മാർജിൻസ് ജസ്റ്റ് ടച്ച് ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യരുത്, ഓവർലാപ്പ് ചെയ്യരുത് അല്ലേ. രണ്ടാമത്തെ വാൽവേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ ഉണ്ട് അല്ലേ. ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ ഉണ്ട്. ട്വിസ്റ്റഡ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈസ്റ്റുവേഷൻ. അതിൽ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ, അപ്പോൾ നമ്മൾ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ ഉണ്ട്, അതുപോലെ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ ഉണ്ട്. ഇതിനകത്ത് ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത് ആരുടെ ഫീച്ചറാണ്? ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത് ചൈന റോസിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ, ഇതിൻ്റെയൊക്കെ ഒരു ഫീച്ചറാണ് എന്ന് പറയുന്നത് നമ്മുടെ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞാലോ കാസിയ, ഗുൽമോഹർ പോലെയുള്ള ഫാമിലീസിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിലൊക്കെ വരുന്നതാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്തത് പറയാൻ പറ്റുന്നതാണ് എന്താണ്, ഓക്കെ, ഇങ്ങനത്തെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈസ്റ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ മക്കളെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ചൈന റോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റാണ്. അടുത്തത് മോണോ അഡൽഫസ് സ്റ്റേമൻ അല്ലേ. മോണോ അഡൽഫസ് സ്റ്റേമൻ നമ്മൾ പഠിച്ചതാണ്, മുമ്പേ ഞാൻ പറഞ്ഞതാണ്. മോണോ അഡൽഫസ് സ്റ്റേമൻ എന്ന് പറയുന്നതും ആരുടെ ഫീച്ചറാണ്? ചൈന റോസിൻ്റെ ഫീച്ചറാണ് അല്ലേ. ഡൈ അഡൽഫസ് സ്റ്റേമനോ, ഡൈ അഡൽഫസ് സ്റ്റേമൻ നമ്മുടെ പി പ്ലാന്റ്സിൻ്റെ ഒരു ഫീച്ചറാണ് ഡൈ അഡൽഫസ്. പോളി അഡൽഫസ് സ്റ്റേമനോ സിട്രസ് പ്ലാന്റ്സിൻ്റെ ഒരു ഫീച്ചറാണ് പോളി അഡൽഫസ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ നോക്കിയ മക്കളെ, അടുത്തത്
പെരിഗൈനസ് ഫ്ലവർ. പെരിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിഗൈനസ് ഫ്ലവർ ഓവറി അല്ലേ, ഓവറിയും അല്ലെങ്കിൽ ഗൈനീഷ്യവും ബാക്കി ഫ്ലോറൽ പാർട്സും ഒക്കെ ഒരേ ലെവലിൽ വരുന്നതിനാണ് ഒന്ന് വിളിക്കുക പെരിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുക അല്ലേ. നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? എപ്പിഗൈനസ് ഫ്ലവർ ഉണ്ട് അല്ലേ, എപ്പിഗൈനസ് ഫ്ലവർ ഉണ്ട്, പെരിഗൈനസ് ഫ്ലവർ ഉണ്ട്, പെരിഗൈനസ് ഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോഗൈനസ് ഫ്ലവറും ഉണ്ട് അല്ലേ, ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഇനി എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഓവറി എങ്ങനെയായിരിക്കും? ഓവറി ഇൻഫീരിയർ ആയിരിക്കും. എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറി ഇൻഫീരിയർ. ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കുക്കുംബർ ഉണ്ട് അല്ലേ, കുക്കുംബർ ഉണ്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, അതുപോലെ ഗുവ ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇൻഫീരിയർ ഓവറിക്ക് എക്സാമ്പിൾ. എപ്പിഗൈനസ് ഫ്ലവർ, ഫ്ലവർ മുകളിൽ ഓവറി ഇൻഫീരിയർ. ഓക്കെ. അതുപോലെ തന്നെ പെരിഗൈനസ് ഫ്ലവറിന് എക്സാമ്പിളാണ് റോസ്, അതുപോലെ തന്നെ പീച്ച്, അതുപോലെ തന്നെ പ്ലം അല്ലേ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ് മക്കളെ? പെരിഗൈനസ് ഫ്ലവറിന് എക്സാമ്പിളാണ്. ഓക്കെ. അപ്പം പെരിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ ഈസ് നെയ്തർ സുപ്പീരിയർ നോർ ഇൻഫീരിയർ. ഓവർ സുപ്പീരിയറും അല്ല ഇൻഫീരിയറും അല്ല. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറി എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ്. ഓവറി സുപ്പീരിയർ, ഓവറി സുപ്പീരിയർ. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഓവറി സുപ്പീരിയർ. അപ്പോൾ ഓവറി സുപ്പീരിയർ ആകുമ്പോൾ അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ചൈന റോസ് അല്ലേ, മസ്റ്റാർഡ്, അതുപോലെ തന്നെ ബ്രിഞ്ചോൾ. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? സുപ്പീരിയർ ഓവറിക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുക അല്ലേ. അപ്പോൾ നോക്കിയ മക്കളെ, അപ്പോൾ അവിടെ വരുമ്പോൾ പെരിഗൈനസ് ഫ്ലവറിന് എക്സാമ്പിൾ ആണോ ചൈന റോസ്? അല്ല. ചൈന റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിബിസ്കസ് ആണ്. അതൊരിക്കലും എന്തിന് എക്സാമ്പിൾ അല്ല? പെരിഗൈനസ് ഫ്ലവറിന് എക്സാമ്പിൾ അല്ല. ഓക്കെ. അപ്പോൾ അത് തെറ്റല്ലേ? തെറ്റാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആണ് അല്ലേ. നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള പ്ലാസൻറ്റേഷൻ പഠിക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് മക്കളെ നമ്മുടെ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്? ഒന്ന് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ ഉണ്ട്, ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ, ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. രണ്ടാമത്തേത് ആക്സൈൽ പ്ലാസൻറ്റേഷൻ ഉണ്ട്, ആക്സൈൽ പ്ലാസൻറ്റേഷൻ, ആക്സൈൽ പ്ലാസൻറ്റേഷൻ. ഓക്കെ. അതുപോലെ തന്നെ ബേസൽ പ്ലാസൻറ്റേഷൻ ഉണ്ട്. ഓക്കെ. മാർജിനൽ പ്ലാസൻറ്റേഷൻ ഉണ്ട് അല്ലേ. ഇതൊക്കെ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻസ് നമുക്ക് ഉണ്ട്. അതിൽ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എക്സാമ്പിൾ ഏതാണ്? ഡയാന്തസും പ്രിംറോസും ആണ് എക്സാമ്പിൾ. ഡയാന്തസ് ആൻഡ് പ്രിംറോസ്, ഡയാന്തസ് പ്രിംറോസ്. ഓക്കെ. ആക്സൈൽ പ്ലാസൻറ്റേഷൻ ഏതൊക്കെയാണ് എക്സാമ്പിൾ? ആക്സൈൽ പ്ലാസൻറ്റേഷന് ചൈന റോസ്, ലെമണ് അല്ലേ, ചൈന റോസ്, ലെമണ്, ടൊമാറ്റോ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ് അല്ലേ. ബേസൽ പ്ലാസൻറ്റേഷൻ എക്സാമ്പിളാണ് സൺഫ്ലവർ, മാരിഗോൾഡ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. സൺഫ്ലവർ, മാരിഗോൾഡ്. അതുപോലെ തന്നെ മാർജിനൽ പ്ലാസൻറ്റേഷൻ എക്സാമ്പിൾ ഏതാണ് മക്കളെ? മാർജിനൽ പ്ലാസൻറ്റേഷൻ എക്സാമ്പിളാണ് നമ്മുടെ പി ഒക്കെ മാർജിനൽ പ്ലാസൻറ്റേഷൻ എക്സാമ്പിളാണ്. പി, ബീൻസ്, ഇതൊക്കെ മാർജിനൽ പ്ലാസൻറ്റേഷന് എക്സാമ്പിളാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, 4 പ്ലാസൻറ്റേഷൻ നിങ്ങൾ എടുത്ത് നോക്കുക. ഇതിനകത്ത് ആക്സൈൽ പ്ലാസൻറ്റേഷൻ വരുന്നതിനകത്ത് ചൈന റോസ് ഉണ്ടല്ലോ, ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ ഇതിൽ നിന്നൊക്കെ സ്ഥിരം നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഫ്രീ സെൻട്രൽ, ആക്സിയൽ, ബേസൽ, അതുപോലെ തന്നെ മാർജിനൽ പ്ലാസൻറ്റേഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം ഈ 4ാമത്തെ ഓപ്ഷനും ചൈന റോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് നോട്ട് അസോസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും മക്കളെ? നോട്ട് അസോസിയേറ്റഡ് എന്ന് പറയുമ്പോൾ പെരിഗൈനസ് ഫ്ലവർ എന്നുള്ളതാണ്. ചൈന റോസിൻ്റേത് എന്തല്ല? ഒരു പെരിഗൈനസ് ഫ്ലവർ അല്ല. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ 2 ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനും വിട്ടുപോകരുത്, ഒരു ക്വസ്റ്റ്യനും നമ്മൾ തെറ്റിക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തുക. അതിന് പഴുതടച്ചുള്ള പ്രിപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. NCERT ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. NCERT പിന്നെയും വായിച്ച് നോക്കുക. നോട്ട് എഴുതി വെക്കുന്നവർ ആ നോട്ടുകൾ റിവൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. നമ്മളിന്ന് സുവോളജിയിലെ നെറ്റ്ഫ്ലിക്സിലെ DTS 6 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ ഫിസിയോളജിയിലെ 2 ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ. ഇപ്പോൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ 2020 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2021 3 ക്വസ്റ്റ്യൻ, 2022 3 ക്വസ്റ്റ്യനാണ്. 2023 2024 2 ക്വസ്റ്റ്യൻ വീതമാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2020 1 ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു. 2021 2 ക്വസ്റ്റ്യൻ, 2022 3 ക്വസ്റ്റ്യന്, 2023 4 ക്വസ്റ്റ്യൻ, 2024 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കണം. ദ റോൾ ഓഫ് ഓക്സിജൻസ് ഇൻ ദ റെഗുലേഷൻസ് ഓഫ് റെസ്പിറേറ്ററി റിതം ഈസ് ക്വയറ്റ് ഇൻസിഗ്നിഫിക്കൻറ്റ്. എൻ സി ആർ ടിയിലെ അതേ സെൻറ്റൻസ് തന്നെയാണ്. The respiratory rhythm center primarily responsible for regulating the normal respiratory rhythm that is located in pons region. Receptors associated with aortic arc and carotid artery can recognize changes in carbon dioxide and hydrogen ion concentration. Neural signals from pneumotaxic center results in the shallow and fast breathing by shortening the durations of the inspiration. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റെഗുലേഷൻസ് ഓഫ് റെസ്പിറേഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്നത് റെസ്പിറേറ്ററി റിതം സെൻറ്റർ കാണുന്നത് മെഡില്ല ഓംബ്ലോങ്കേറ്റയിലാണ്, നമ്മുടെ ബ്രെയിൻ്റെ മെഡില്ല ഓംബ്ലോങ്കേറ്റയിലാണ്. അതുപോലെ ന്യൂമോടാക്സിക് സെൻറ്റർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പോൺസ് റീജിയൻസ് ഓർ പോൺസ് വറോളി എന്നും പറയും. പോൺസ് റീജിയൻ, ബ്രെയിനിലെ പോൺസ് റീജിയനിലാണ് കാണുന്നത്. അതുപോലെ കീമോസെൻസിറ്റീവ് ഏരിയ ഉണ്ട്, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അത് ഹൈഡ്രജൻ അയോൺസിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കോൺസെൻട്രേഷനാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസിനകത്ത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റെസ്പിറേറ്ററി റിതം സെൻറ്റർ പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദി റെഗുലേറ്റിംഗ് നോർമൽ റെസ്പിറേറ്ററി റിതം ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ പോൺസ് റീജിയൻ. അതാണ് ഇൻകറക്റ്റ് അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. പോൺസ് റീജിയനിൽ അല്ല, മെഡില്ല ഓംബ്ലോങ്കേറ്റയിലാണ്. മെഡില്ല ഓംബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ബ്രെയിൻ്റെ പാർട്ടിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം കറക്റ്റാണ്. എൻ സി ആർ ടിയിൽ അതേ സെൻറ്റൻസ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് മാച്ച് കോളം 1 വിത്ത് കോളം 2 ആൻഡ് സെലക്ട് കറക്റ്റ് ഓപ്ഷൻസ് കണ്ടുപിടിക്കാനാണ്. അത് റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസാണ്. റെസ്പിറേറ്ററി കപ്പാസിറ്റി, FRC ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റിയാണ്, VC വൈറ്റൽ കപ്പാസിറ്റിയാണ്, IC എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയാണ്, TLC ടോട്ടൽ ലങ് കപ്പാസിറ്റിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഓർക്കേണ്ടുന്ന കൺസെപ്റ്റ് റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിലെ ഇക്വേഷൻസുകൾ നമ്മൾ ഓർത്ത് വയ്ക്കണം. അത് IC ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ടൈഡൽ വോളിയം TV പ്ലസ് IRV ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അതാണ് IC. അതുപോലെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഉണ്ട്, അവിടെ എല്ലാം കോമൺ ആയിട്ട് ടൈഡൽ വോളിയമാണ് വരുന്നത്. അതോടൊപ്പം ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആകുമ്പം TV പ്ലസ് IRV ആണ്. അതുപോലെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ആകുമ്പം TV പ്ലസ് ERV ആണ്. ERV എക്സ്പിറേറ്ററി കപ്പാസിറ്റിയാണ്. എക്സ്പിറേറ്ററി റിസർവ് വോളിയം. EC എന്ന് പറയുന്നത് എക്സ്പിറേറ്ററി കപ്പാസിറ്റിയാണ്. രണ്ടിടത്തും കോമൺ ആയിട്ട് TV ഉണ്ട്. TV ടൈഡൽ വോളിയമാണ്. TV എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം ഇക്വേഷനാണ് നമ്മൾ ഓർക്കേണ്ടുന്നത്. VC ഉണ്ട്, VC വൈറ്റൽ കപ്പാസിറ്റിയാണ്. VC എന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. അത് ആരൊക്കെ കൂട്ടുമ്പോഴാണെന്ന് ചോദിച്ചാൽ IRVയും ERVയും TVയും കൂടെ കൂട്ടുമ്പോഴാണ് വൈറ്റൽ കപ്പാസിറ്റി കിട്ടുന്നത്. FRC എന്ന് പറയുന്നത് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റിയാണ്. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റിയാണ്. TLC എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കറക്റ്റ് മാച്ച് ദ ഫോളോയിങ്. FRC ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റിയാണ്. അത് നമ്മൾ കണ്ടതാണ്. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആണ് FRC. ERV പ്ലസ് RV അത് കറക്റ്റാണ്, A1 ആണ്. അടുത്തത് വൈറ്റൽ കപ്പാസിറ്റി VC എന്ന് പറഞ്ഞാൽ ERV പ്ലസ് TV പ്ലസ് IRV ആണ്, B4 ആണ്. IC എന്ന് പറഞ്ഞാൽ TV പ്ലസ് IRV അത്
C3 ആണ്. ഡി ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് RV പ്ലസ് ERV പ്ലസ് IRV പ്ലസ് TV ടൈഡൽ വോളിയവും റെസിഡ്യുവൽ വോളിയവും വരും. RV എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ വോളിയമാണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. A 1 ആണ്, B 4, C എന്ന് പറയുന്നത് 3 ആണ്, D എന്ന് പറയുന്നത് 2. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് എ, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എയും ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ബിയും ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എ, ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻസ് ഓഫ് ഗ്യാസസ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഗ്യാസുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഫോം ചെയ്യും. ആ ഡിഫ്യൂഷൻ മെംബ്രെയിൻസിൻ്റെ ആയിട്ട് ഗ്യാസിൻ്റെ ഡിഫ്യൂഷൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ബി, നെഗറ്റീവ് പ്രഷർ ബ്രീത്തിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാമൽസുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് നെഗറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ മെംബ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റാണ്. ഡിഫ്യൂഷൻ മെംബ്രെയിൻസ് ഫോം ചെയ്യുന്നത് സ്കോമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളാർ വാള്, ബേസ്മെൻറ്റ് മെംബ്രെയിന്, എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് ക്യാപ്പിലറി, ഇത് മൂന്നും ചേർന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ തിക്നെസ് എപ്പോഴും ലെസ് ദാൻ എ മില്ലിമീറ്റർ ആയിരിക്കും. തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ കനമെന്ന് പറയുന്നത് ലെസ് ദാൻ 1 മില്ലിമീറ്റർ, 1 മില്ലിമീറ്ററിൽ താഴെയായിരിക്കും. ലെസ് ദാൻ 1 മില്ലിമീറ്റർ, 1 മില്ലിമീറ്ററിന് താഴെയായിരിക്കും കനം. അപ്പോൾ കനം കുറയുന്നതനുസരിച്ച് ഗ്യാസസിൻ്റെ ഡിഫ്യൂഷൻസിനുള്ള കഴിവ് കൂടും. കറക്റ്റാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. The rate of diffusion of gas is inversely related to the thickness of diffusion membrane. ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ കനം കുറയുന്നതനുസരിച്ച് ഗ്യാസുകൾ റെസ്പിറേറ്ററി ഗ്യാസായ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്യാനുള്ള റേറ്റ് കൂടുക ചെയ്യുന്നത്. തിക്നെസ് കുറയുന്നതനുസരിച്ച് അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അത് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ബി, നെഗറ്റീവ് പ്രഷർ ബ്രീത്തിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാമൽസുകളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. കാരണം പ്രഷർ അറ്റ്മോസ്ഫിയറിലാണ് കൂടുതൽ, ലങ്സിനകത്ത് പ്രഷർ കുറവാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് പ്രഷർ ഗ്രേഡിയൻറ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതും ശരിയാണ്. നെഗറ്റീവ് പ്രഷർ ബ്രീത്തിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാമൽസ്. സസ്തന ജന്തുക്കളുടെ ലങ്സിനകത്ത് പ്രഷർ കുറവായിരിക്കും, അതൊരു നെഗറ്റീവ് പ്രഷർ ബ്രീത്തിങ് ക്രിയേറ്റ് ചെയ്യും. അത് 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ്, റീഡ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് മനസ്സിലാക്കണം. 1, പ്രസൻസ് ഓഫ് തിൻ ഫ്ലാറ്റൻഡ് സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയം. ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്കോമസ് എപ്പിത്തീലിയം കാണും. ആബ്സെൻസ് ഓഫ് സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണില്ല. ആബ്സെൻസ് ഓഫ് കാർട്ടിലേജ് ഉണ്ടാകില്ല. ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഫുൾഫിൽ ഓൾ ദി എബോവ് ക്രൈറ്റീരിയ. ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന്. ഇത് നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈമറി ബ്രോങ്കൈ, ഫാരിങ്സ്, ആൽവിയോള, ട്രക്കിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ട്രക്കിയയിലൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ് ഉണ്ട്. ബ്രോങ്കിയോൾസിനകത്ത് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതെന്ന് പറയുന്നത് എയർ സാക്ക് ആയിട്ടുള്ള ആൽവിയോളയാണ്. ആൽവിയോള എന്ന് പറയുന്നത് തിൻ ആയിട്ടുള്ള എയർ സാക്കാണ്. അത് എക്സ്ചേഞ്ചിങ് പാർട്ട് ഓഫ് ദി ലങ്സിൻ്റെ എക്സ്ചേഞ്ചിങ് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടാണ്. അപ്പോൾ അതിനകത്താണ് ഈ പറഞ്ഞ കാർട്ടിലേജും സീലിയേറ്റഡ് എപ്പിത്തീലിയവും ഒന്നും ഇല്ലാത്തത്. ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയം വെച്ചാണ് ലൈൻ ചെയ്യുന്നത്. ആൽവിയോളാർ വാൾ ലൈൻ ചെയ്യുന്നത് സ്കോമസ് എപ്പിത്തീലിയം ഉപയോഗിച്ചാണ്. ആൻസർ 3 ആണ്. ആൽവിയോളയാണ് കറക്റ്റ് ആൻസർ. ആൽവിയോളയിലാണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ഇൻസ്പിറേഷൻസ് ഇൻ ഹ്യൂമൻ. നമ്മൾ ഓക്സിജനെ അകത്തേക്ക് എടുക്കുന്ന ഇൻസ്പിറേഷൻ പ്രോസസ്സിൽ എന്ത് സംഭവിക്കുന്നു? കോൺട്രാക്ഷൻസ് ഓഫ് ഡയഫ്രം ഇൻക്രീസസ് ദ വോളിയം ഓഫ് thoracic cavity in anterior posterior axis. Relaxation of diaphragm increases thoracic volume in anterior posterior axis.
Contraction of internal intercostal muscles increase the volume of thoracic cavity in dorsoventral axis. Relaxation of internal intercostal muscles decrease the volume of thoracic cavity in dorsoventral axis. അവിടെ നമ്മൾ എൻ സി ആർ ടിയിലെ ഡയഗ്രാം, ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ്റെ ഡയഗ്രത്തിൽ ഇൻസ്പിറേഷൻ പ്രോസസ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. വായു എയർ നമ്മുടെ ലങ്സിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് റിബ്സും സ്റ്റേണോ റേസ് ഔട്ട് ആവും. കോൺട്രാക്ഷൻസ് ഓഫ് ദ ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യുകയും തൊറാസിക് ക്യാവിറ്റിയിലുള്ള വോളിയം ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുകയാണ്. വോളിയം ഓഫ് തൊറാക്സ് ഇൻക്രീസ് ചെയ്യും, ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഡ്യൂറിങ് ഇൻസ്പിറേഷൻസ് ഇൻ ഹ്യൂമൻ, കോൺട്രാക്ഷൻസ് ഓഫ് ദി ഡയഫ്രം increases the volume of thoracic cavity in anterior posterior axis. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ 70 ml ഓഫ് വോളിയം ഓഫ് ദി ബ്ലഡ് പമ്പ്ഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഫോർ ബീറ്റ് അണ്ടർ നോർമൽ റെസ്റ്റിംഗ് കണ്ടീഷൻസ് ഇൻ ഹ്യൂമൻ. ദിസ് വോളിയം ഈസ് കാൾഡ്. ഈ വോളിയം ഏത് വോളിയം എന്നാണ് പറയുന്നത്? അവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന കൺസെപ്റ്റ് ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻസിലെ കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് സ്ട്രോക്ക് വോളിയം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും കൂടെ ചേർന്ന് പമ്പ് ഔട്ട് ചെയ്യുന്ന മൊത്തത്തിലുള്ള ഓരോ വെൻട്രിക്കിളിൽ നിന്നും പമ്പ് ഔട്ട് ചെയ്യുന്ന ബ്ലഡിൻ്റെ വോളിയമാണ് അയോട്ടയിലേക്ക് പമ്പ് ഔട്ട് ചെയ്ത് കയറ്റുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് 70 ml ആണ്. അതാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലെ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് 70 ml ആണ് ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ. അപ്പോൾ അവിടെ അതുപോലെ അപ്പോൾ നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ ഒരു ഇക്വേഷൻസും കൂടി ഓർത്തിരിക്കണം. കാർഡിയാക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ സ്ട്രോക്ക് വോളിയത്തിനെ നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് സ്ട്രോക്ക് വോളിയം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസുകളും ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ കാർഡിയാക് ഔട്ട്പുട്ടിനെ നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സ്ട്രോക്ക് വോളിയം കിട്ടും. നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലെ സ്ട്രോക്ക് വോളിയം 70 ml ആണ്. അത് കാർഡിയാക് സൈക്കിളിൽ വെൻട്രിക്കിളിൽ നിന്നും പമ്പ് ഔട്ട് ചെയ്യുന്ന ബ്ലഡിൻ്റെ വോളിയമാണ്. അതാണ് 70 ml. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 സ്ട്രോക്ക് വോളിയം. ഓപ്ഷൻ 2 സ്ട്രോക്ക് വോളിയമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് സിനോഏട്രിയൽ നോട്ട് ദാറ്റ് ലീഡ് ടു ഓൾ ദി ഫോളോയിങ് എക്സെപ്റ്റ്. അപ്പം ആ കൺസെപ്റ്റ് വരുന്നത് റെഗുലേഷൻസ് ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി എന്ന കൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ന്യൂറൽ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നത്? ഓട്ടോണോമസ് ന്യൂറൽ സിസ്റ്റം, അതാണ് ANS, ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റത്തിലെ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവ്, ആ നെർവുകൾ ആണ് കാർഡിയാക് ആക്ടിവിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്നത്. സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം ഹാർട്ട് ബീറ്റ് കൂട്ടും, വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻസ് കൂട്ടും, റെസ്പിറേറ്ററി റേറ്റ് കൂട്ടും. ഓട്ടോണമസ് ന്യൂറൽ സിസ്റ്റത്തിലെ പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ്സ് ആൻഡ് ദാറ്റ് ലീഡ് ടു ദ ഓൾ ദ ഫോളോയിങ് എക്സെപ്റ്റ്. താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഉത്തേജിപ്പിക്കും സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്, ശരിയാണ്. ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ഓഫ് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ, വെൻട്രിക്കിളിൻ്റെ കോൺട്രാക്ഷൻസ് ഓർ വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ സ്ട്രെങ്ത് കൂട്ടും. ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്, അതിൻ്റെ ഫലമായിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ആൻഡ് ഡിക്രീസ്ഡ് സ്പീഡ് ഓഫ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പം ഇതിൽ ഏത് ഒഴികെ ബാക്കിയെല്ലാം സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഒരാൾ ഒഴികെ. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് ആൻസർ. ഡിക്രീസ്ഡ് സ്പീഡ് ഓഫ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, അത് പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി ഓർ കാർഡിയാക് ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്നത്. രണ്ടും ഓട്ടോണോമസ് ന്യൂറൽ സിസ്റ്റത്തിലെ നെർവ് ഫൈബറുകളാണ്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അസേർഷൻ ദ കാർഡിയാക് ഔട്ട്പുട്ട് ഓഫ് ആൻ അത്ലറ്റ് ഡ്യൂറിങ് എക്സസൈസ് വിൽ ബി മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി മാൻ. ഒരു ഓർഡിനറി ആയിട്ടുള്ള മനുഷ്യനെ അപേക്ഷിച്ച്
അത്ലറ്റ്സുകളുടെ സ്പോർട്സ്മാൻ്റെ കാർഡിയാക് ഔട്ട്പുട്ട് എപ്പോഴും കൂടുതലാണ്, ശരിക്കും കൂടുതലാണ്. കാരണം എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് കൂടും. ഹാർട്ട് ബീറ്റ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് സ്ട്രോക്ക് വോളിയവും കൂടും, തൽഫലമായിട്ട് കാർഡിയാക് ഔട്ട്പുട്ടും കൂടും. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. റീസൺ, കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ബേസ്ഡ് ഓൺ ദ ബോഡീസ് എബിലിറ്റി ടു അൾട്ടർ ദ ഹാർട്ട് റേറ്റ് ബട്ട് നോട്ട് സ്ട്രോക്ക് വോളിയം. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഹാർട്ട് ബീറ്റിനെ അഫക്റ്റ് ചെയ്യും, സ്ട്രോക്ക് വോളിയത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പം അത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കാർഡിയാക് ഔട്ട്പുട്ട്, സ്ട്രോക്ക് വോളിയം ആൻഡ് അത്ലറ്റ്സ്. അത് NCERT സെൻറ്റൻസ് തന്നെയാണ്. അസേർഷൻ കറക്റ്റാണ്, റീസൺ ഫാൾസ് ആണ്. കാരണം കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ബേസ്ഡ് ഓൺ ദ എബിലിറ്റി ടു അൾട്ടർ ദി ഹാർട്ട് റേറ്റ് ആസ് വെൽ ആസ് സ്ട്രോക്ക് വോളിയം എന്നാണ്. ഹാർട്ട് ബീറ്റും അൾട്ടർ ചെയ്യും, സ്ട്രോക്ക് വോളിയവും അൾട്ടർ ചെയ്യും. അപ്പോഴത്തേക്കും അവിടെ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാർഡിയാക് ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദ ബോഡീസ് എബിലിറ്റി ടു അൾട്ടർ ദ ഹാർട്ട് റേറ്റ് മാത്രമേ അൾട്ടർ ചെയ്യത്തുള്ളൂ ആൻഡ് നോട്ട് സ്ട്രോക്ക് വോളിയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ഹാർട്ട് ബീറ്റും സ്ട്രോക്ക് വോളിയവും അൾട്ടർ ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് കാർഡിയാക് ഔട്ട്പുട്ട് കൂടുന്നത്. അപ്പോൾ അസേർഷൻ ട്രൂവും റീസൺ ഫാൾസുമാണ്. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. Next question, different type of hearts and the blood circulation patterns seen in the animal kingdom are given in table below. Which of the following is incorrect with respect to animal, type of heart and type of circulations? അനിമൽസുകളുടെ പേര് ഒരു ടേബിളിലുണ്ട്. അവയുടെ ഹാർട്ടിൻ്റെ ചേംബറിൻ്റെ എണ്ണം നെക്സ്റ്റ് ടേബിളിലുണ്ട്. അത് ഏത് ടൈപ്പ് ഓഫ് സർക്കുലേഷനാണ് കാണിക്കുന്നതെന്ന് മൂന്നാമത്തെ ടേബിളിലും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓർക്കേണ്ടുന്നത് ഹാർട്ട് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആൻഡ് സർക്കുലേറ്ററി പാറ്റേൺസ് ആണ്. ഫിഷിൻ്റെ ഹാർട്ട് 2 ചേംബറാണ്. ഫിഷിൻ്റെ ഹാർട്ട് 2 ചേംബർ ഹാർട്ടാണ്. 2 ചേംബേർഡ് ഹാർട്ട്, ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളുമാണ് ഫിഷിനുള്ളത്. അത് സിംഗിൾ സർക്കുലേഷനാണ് കാണിക്കുന്നത്. സിംഗിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഗിൽസിലേക്ക് പോകും. ഗിൽസിൽ പോയിട്ട് ഓക്സിജനേറ്റ് ചെയ്തിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. അവിടെ കിടക്കുന്ന ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വീണ്ടും ഹാർട്ട് കളക്ട് ചെയ്തിട്ട് ഗിൽസിലേക്ക് കൊണ്ടുകൊടുക്കും. അങ്ങനെ സിംഗിൾ സർക്കുലേഷനാണ് ഫിഷസിനകത്തുള്ളത്. ആംഫിബിയൻസിനകത്തും ക്രോക്കഡൈൽ ഒഴികെയുള്ള റെപ്റ്റൈൽസിനകത്തും, ആംഫിബിയൻസ് ആൻഡ് ഓൾ റെപ്റ്റൈൽസ് എക്സെപ്റ്റ് ക്രോക്കഡൈലുള്ള ഒഴികെയുള്ള റെപ്റ്റൈൽസുകൾക്കും 3 ചേംബർ ഹാർട്ടാണ്. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനാണ് എല്ലാ ആംഫിബിയൻസിനകത്തും. ആൻഡ് ഓൾ റെപ്റ്റൈൽസ് എക്സെപ്റ്റ് ക്രോക്കഡൈൽ മുതലേ ഒഴികെയുള്ള റെപ്റ്റൈൽസുകൾക്കും, എല്ലാ ആംഫിബിയൻസിനും ബാക്കിയുള്ള റെപ്റ്റൈൽസുകൾക്കും എല്ലാം 3 ചേംബേർഡ് ഹാർട്ട്. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ, ഇൻകംപ്ലീറ്റ് സർക്കുലേഷനാണ്. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനാണ്. ഇനി ബേർഡ്സുകൾക്ക്, ക്രോക്കഡൈൽസിന്, മാമൽസുകൾക്ക് ആർക്കൊക്കെയാണ്? ക്രോക്കഡൈൽ, ബേർഡ്സ്, മാമൽസ്. ക്രോക്കഡൈലിന്, ബേർഡ്സിന്, മാമൽസിന് ഹാർട്ടിന് 4 ചേംബർ ഉണ്ട്, 2 ഓറിക്കിളും ഉണ്ട്. 4 ചേംബേർഡാണ്, 2 ഓറിക്കിളും ഉണ്ട്, 2 വെൻട്രിക്കിളും ഉണ്ട്. കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡബിൾ സർക്കുലേഷൻ കാണിക്കും. ഡബിൾ സർക്കുലേഷനാണ് കാണിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പം റോഗു എന്ന് പറഞ്ഞാൽ ഫിഷാണ്, ബോണി ഫിഷ്, ഫ്രഷ് വാട്ടർ ഫിഷ്. അനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫിഷിന് 2 ചേംബറാണ്, സിംഗിൾ സർക്കുലേഷൻ. ശരിയാ, കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. ഫ്രോഗ് ആംഫിബിയൻസ് ആണ്, 3 ചേംബറാണ്, ഇൻകംപ്ലീറ്റ് സർക്കുലേഷൻസ്. ശരിയാണ്, മാച്ച്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ആനിമലും ടൈപ്പ് ഓഫ് ഹാർട്ടും ടൈപ്പ് ഓഫ് സർക്കുലേഷന് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന്. ക്രോക്കഡൈൽ റെപ്റ്റൈൽസ് ആണ്, 3 ചേംബേർഡ് അല്ല. റെപ്റ്റൈൽസിനകത്ത് എക്സെപ്ഷണൽ കേസ് ഉള്ളതാണ് ക്രോക്കഡൈലിന് മാത്രം 4 ചേംബറാണ്. ബാക്കി എല്ലാ
റെപ്റ്റൈൽസുകൾക്കും 3 ചേമ്പേർഡാണ്. ഇൻകംപ്ലീറ്റ് സർക്കുലേഷൻ അല്ല, കംപ്ലീറ്റ് സർക്കുലേഷനാണ്. അപ്പോൾ അതാണ് ആൻസർ. ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നാലാമത്തത് ഹ്യൂമൻ കറക്റ്റാണ്, 4 ചേമ്പറാണ്, ഡബിൾ സർക്കുലേഷനാണ്. അപ്പം തന്നിരിക്കുന്ന അനിമൽസും അതിലെ ഹാർട്ടിൻ്റെ ചേമ്പറുകളും ടൈപ്പ് ഓഫ് സർക്കുലേഷൻസും ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ക്രൊക്കഡൈലാണ്. ക്രൊക്കഡൈൽ ഒരു എക്സെപ്ഷണൽ കേസാണ് റെപ്റ്റൈൽസിനകത്ത്. ബാക്കി എല്ലാ റെപ്റ്റൈൽസുകൾക്കും എല്ലാ ആംഫീബിയൻസുകൾക്കും 3 ചേമ്പേർഡേ ഉള്ളൂ. ക്രൊക്കഡൈൽ എന്നുള്ള റെപ്റ്റൈൽസും ബേർഡ്സും മാമൽസും 4 ചേമ്പേർഡ് ഹാർട്ടും കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻസുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അതാണ് ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് റെസ്പെക്റ്റ് ട്രൂ ആൻഡ് ഫാൾസ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകൾ വായിച്ച ശേഷം ട്രൂ ഏതാണ് ഫാൾസ് ഏതാണെന്ന് എഴുതണം. സ്റ്റേറ്റ്മെൻറ്റ് എ, ഡ്യൂറേഷൻസ് ഓഫ് ഈച്ച് കാർഡിയാക് സൈക്കിൾ ഈസ് 0.8 സെക്കൻഡ്. കറക്റ്റാണ്. ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ 0.8 സെക്കൻഡാണ്. മൊത്തത്തിൽ ഏട്രിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലാർ സിസ്റ്റോള് അത് പറയുന്നുണ്ട്. ഏട്രിയൽ സിസ്റ്റോളിനും വെൻട്രിക്കുലാർ സിസ്റ്റോളും എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്ക് 0.8 സെക്കൻഡാണ് കറക്റ്റായിട്ട് എടുക്കുന്നത്. വിച്ച് ക്യാൻ ബി അൾട്ടേർഡ് ഇൻ ഫിയർ ഓർ ഫൈറ്റ് കണ്ടീഷൻസ്. പേടിയും ഭയവും ഒക്കെ വരുമ്പോഴത്തേക്കും ടെൻഷൻ ആവും, ഹാർട്ട് ബീറ്റ് കൂടും. അപ്പോഴത്തേക്കും ഈ കാർഡിയാക് സൈക്കിളിനകത്ത് അൾട്രേഷൻ ഉണ്ടാവും. ശരിയാണ്, കറക്റ്റാണ്, അത് ശരിയായ കാര്യമാണ്. കാർഡിയാക് ഔട്ട്പുട്ട് ചേഞ്ച് ആവും, അപ്പോഴത്തേക്കും കാർഡിയാക് സൈക്കിൾസിനും ചേഞ്ച് ഉണ്ടാവും. അത് ട്രൂ ആണ്, ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, റാപ്പിഡ് പാസീവ് വെൻട്രിക്കുലാർ ഫില്ലിംഗ് ടേക്ക് പ്ലേസ് വെൻ ദ ഓറിക്കിൾ ആർ ഇൻ ദി ഡയസ്റ്റോൾ ആൻഡ് ഓറിക്കുലോർ വെൻട്രിക്കുലാർ വാൽവ്സ് റിമൈൻ ക്ലോസ്ഡ്. ഓറിക്കുലോർ വെൻട്രിക്കുലാർ വാൽവ് എന്ന് പറയുന്നത് AV വാൽവിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ട്രൈക്കസ്പിഡ് വൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ആകുമ്പോഴല്ല, ഓപ്പൺ ആകുമ്പോഴാണ് കറസ്പോണ്ടിങ് ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിനകത്തേക്ക് ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്യുന്നത്, വെൻട്രിക്കിൾ ഫില്ല് ചെയ്യുന്നത്. ഈ ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ് ക്ലോസ് ആകുമ്പോഴല്ല, ഓപ്പൺ ആകുമ്പോഴാണ്. ആ AV വാൽവിനെയാണ് ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ് ഓർ ഓറിക്കുലോർ വെൻട്രിക്കുലാർ വാൽവ്. അത് ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡ് വാൽവുകളാണ്. 2 വാൽവുകൾക്കും കോമൺ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സി, സെമിലൂണാർ വാൽവ് ഓപ്പൺ വെൻ ഇൻട്രാ വെൻട്രിക്കുലാർ പ്രഷർ എക്സീഡ് ദ പ്രഷർ വിതിൻ ദി അയോട്ട. കറക്റ്റാണ്. അയോട്ടയെക്കാട്ടിലും പ്രഷർ കൂടും. അയോട്ടയെക്കാട്ടിലും പ്രഷർ അധികരിക്കുമ്പോൾ വെൻട്രിക്കിളിനകത്തുള്ള ബ്ലഡിൻ്റെ പ്രഷർ അയോട്ടയെക്കാട്ടിലും കൂടുതലായി കഴിയുമ്പോൾ സെമിലൂണാർ വാൽവ് ഓപ്പൺ ആവും. അത് ട്രൂ ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ്, സിനോ ഏട്രിയൽ നോഡ് കംപ്രൈസസ് ഓട്ടോ എക്സൈറ്റബിൾ ടിഷ്യൂസ് ആണ്. അത് SA നോഡാണ് നമ്മൾ ഹാർട്ടിൻ്റെ ഫേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഹാർട്ടിൻ്റെ റൈറ്റ് ഓറിക്കിളിൻ്റെ റൈറ്റ് അപ്പർ കോർണറിലാണ് വെച്ചിരിക്കുന്നത്. അത് SA നോഡ് ഓർ സിനോ ഏട്രിയൽ നോഡ്. അത് സ്വന്തമായിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസും വരാതെ തന്നെ. അത് കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഹാർട്ട് ഓഫ് ഹാർട്ട് ഓർ ഫേസ് മേക്കർ ഓഫ് ഹാർട്ട്. അത് കറക്റ്റാണ്. സിനോ ഏട്രിയൽ നോഡ് ഓട്ടോ എക്സൈറ്റബിൾ ടിഷ്യൂസ് ആണ്, അത് ശരിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടുന്നത് കാർഡിയാക് സൈക്കിളും SA നോഡും തമ്മിലുള്ള കൺസെപ്റ്റാണ്. കാർഡിയാക് സൈക്കിളിനകത്ത് പല ഫേസ് ഉണ്ട്. കാർഡിയാക് സൈക്കിളിൽ പല ഫേസുകളുണ്ട്. ജോയിൻറ്റ് ഡയസ്റ്റോൾ, അത് കഴിഞ്ഞ് ഏട്രിയൽ സിസ്റ്റോൾ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രോസസ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ, അത് കഴിഞ്ഞ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഏട്രിയൽ ഡയസ്റ്റോൾ. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് ചേമ്പറാണ്.
ഒരുമിച്ച് 4 ചേമ്പറും റിലാക്സ് ചെയ്യുന്നതിനാണ് ജോയിൻ്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ഏട്രിയം ബ്ലഡ് കൊണ്ട് കോൺട്രാക്ഷൻസ്, അതിനെയാണ് ഏട്രിയൽ സിസ്റ്റോൾ. കോൺട്രാക്ഷൻ സിസ്റ്റോളും കോൺട്രാക്ഷൻ സിസ്റ്റോളാണ്. കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഓഫ് ഹാർട്ട് ചേമ്പർ, സിസ്റ്റോൾ. കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ചേമ്പറാണ് സിസ്റ്റോള്. റിലാക്സേഷൻ ഓഫ് ഹാർട്ട് ചേമ്പറാണ് ഡയസ്റ്റോൾ. റിലാക്സേഷൻ ഓഫ് ഹാർട്ട് ചേമ്പർ, ഡയസ്റ്റോൾ. ഡയസ്റ്റോൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കണം. എ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ്, ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പാൾസ് ആണ്, സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ട്രൂ, ഫാൾസ്, ട്രൂ, ട്രൂ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഓക്കെ, ഓക്കെ.